ഹലോ, നമസ്കാരം. ഇന്ന് 2 കേക്കുണ്ട്. ഒന്ന് നമ്മുടെ കൊക്കോ ക്രേവ് ആണ്. രണ്ടാമത്തേത് ഒരു വിൻറ്റേജ് കേക്കാണ് ചോക്ലേറ്റ് ഫില്ലിംഗ് ആയിട്ട്. പണ്ട് വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓടുന്നത് ഒന്നുകിൽ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിലേക്ക്. അച്ഛൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ അച്ഛൻ തന്നെയായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അച്ഛൻ്റെ 12 വയസ്സ് വരെ അച്ഛമ്മയുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളൂ. അച്ഛമ്മ പോയതിന് ശേഷം അച്ഛൻ വേറെ കല്യാണമൊന്നും കഴിക്കാണ്ട് കുട്ടികൾക്ക് വേണ്ടി തന്നെ ജീവിച്ച്. അങ്ങനെ ഭയങ്കര സ്നേഹനിധിയായിട്ടുള്ള എന്താ പറയുക, സ്നേഹത്തിൻ്റെ പര്യായം എന്നൊക്കെ പറയാവുന്ന അങ്ങനത്തെ ഒരു ആളായിരുന്നു എൻ്റെ അച്ഛൻ. ഞങ്ങൾ മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് അച്ഛൻ്റെ വീട്ടിലെത്തുക. അമ്മയുടെ ഓഫീസ് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കും സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവിടെ എത്തി അധികം വൈകാണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിക്കപ്പോഴും അച്ഛൻ പുറത്തുനിന്ന് വരിക. എത്തിയ വിവരം ഇതിനിടയ്ക്ക് തന്നെ അച്ഛൻ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ധൃതി പിടിച്ചൊരു വരവാ. ഞങ്ങൾ രാത്രി അച്ഛൻ്റെ കൂടെ കിടക്കുക. പക്ഷെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും അച്ഛൻ അവിടെ ഉണ്ടാവില്ല. 5 മണിയാകുമ്പോഴത്തേക്കും അച്ഛൻ എണീക്കും. എന്നിട്ട് പിന്നെ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് അവിടെ അടുത്ത് ഒരു ചായക്കടയുണ്ട്. നാട്ടുമ്പുറത്തിൻ്റെ ഒരു ശീലമില്ലേ, ഇങ്ങനെ എല്ലാവരും കൂടെ അവിടെ ഇരുന്നൊരു ചായയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് കുറച്ച് രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടാ തിരിച്ചു വരിക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ്. അച്ഛനാണ് ആദ്യം കഴിക്കുക. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കുട്ടികൾ ബ്രഷ് ചെയ്തിട്ടൊന്ന് ഓണായിട്ടുണ്ടാവുള്ളൂ. കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് അവിടെ തന്നെ വെച്ച് പോണ ശീലമൊന്നും അച്ഛൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ പ്ലേറ്റ് അടുക്കളയിൽ കൊണ്ടുവയ്ക്കായിരുന്നു. അന്ന് മനസ്സിലായില്ലെങ്കിലും ഇന്ന് നോക്കുമ്പോൾ അതൊരു നല്ല ക്വാളിറ്റിയായി തന്നെയാണ് മനസ്സിലാവുന്നത്. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വൈകിട്ട് നാമം ചൊല്ലാൻ പഠിപ്പിച്ചതും അത് ശീലിപ്പിച്ചതും എല്ലാം അച്ഛൻ തന്നെയായിരുന്നു. സന്ധ്യയ്ക്ക് വല്യമ്മ വിളക്ക് വെക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അച്ഛൻ കുളിച്ച് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഞങ്ങൾ അതിനുശേഷം അച്ഛൻ്റെ അടുത്ത് ഇരുന്നിട്ട് നാമം ചൊല്ലണം. പിന്നെ പ്രഥമ ദ്വിതീയ അങ്ങനെ പറയണ കുറേ സംഗതികൾ, മലയാള മാസം, ഇത് ഒക്കെ അവിടെ ഇരുന്ന് ചൊല്ലി കേൾപ്പിക്കണം. അതൊക്കെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ അന്ന് അറിയണ്ടായിരുന്നുള്ളൂ. അത് കഴിയുമ്പോഴാണ് അച്ഛൻ രാമായണം വായിക്കാൻ തുടങ്ങുന്നത്. ഓരോ പോർഷനായിട്ട് വായിച്ചിട്ട് അത് കഥാരൂപത്തിൽ ഞങ്ങൾക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. രാമായണം മാത്രമല്ല കേട്ടോ, പഴയ ഏതൊക്കെയോ പുരാണ കഥകൾ, പ്രഹ്ലാദൻ്റെ കഥ, ഇങ്ങനത്തെ സംഗതികളൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിട്ടാണ് കേട്ടിട്ടുള്ളത്. ഒരു ദിവസം രാവിലെ അച്ഛൻ പത്രം വായിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അന്നത്തെ 10th നല്ല മാർക്ക് കിട്ടിയ കുട്ടികളുടെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എന്നെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് കാണിച്ചിട്ട് അച്ഛൻ പറയാം, അച്ഛൻ്റെ കുട്ടി ഇതേമാതിരി 10ാം ക്ലാസ്സിലെത്തുമ്പോൾ നല്ല മാർക്കൊക്കെ വാങ്ങി പേപ്പറിൽ ഫോട്ടോ ഒക്കെ വരുത്തില്ലേ എന്നൊക്കെ. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണ്. ഇതൊക്കെ വളരെ നിസ്സാരം എന്നുള്ള മട്ടിൽ വാങ്ങിക്കാലോ എന്നൊക്കെ ഞാൻ പറഞ്ഞത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പിൽക്കാലത്താണല്ലോ ഞാൻ മാത്സുമായിട്ട് തെറ്റിപ്പിരിയണതും മാത്സിൻ്റെ കസിൻസ് ആയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ തന്നെ എൻ്റെ ബദ്ധ ശത്രുക്കളാവണതും. എന്താണെങ്കിലും എൻ്റെ 10ാം ക്ലാസ് വരെയൊന്നും അച്ഛൻ ഉണ്ടായില്ല. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ദീപാവലിയുടെ അന്ന് പെട്ടെന്ന് അച്ഛൻ പോയത്. അങ്ങനെ പിന്നെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ആവേശവും പോയി, അവിടേക്കുള്ള യാത്രയും അങ്ങനെ പതുക്കെ ഇല്ലാണ്ടായി.